ഹായ്. ഇന്ന് ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. നമ്മുടെ വീടുകളിൽ സാധാരണ വാങ്ങും ചിക്കനും ബീഫും മട്ടനൊക്കെ വാങ്ങാറുണ്ടല്ലേ. ചിക്കനെ അപേക്ഷിച്ച് ബീഫും മട്ടനൊക്കെ വേഗം കുറച്ച് താമസമാണ്, പെട്ടെന്ന് വെന്ത് കിട്ടില്ല. എന്നാലേ ബീഫ് ഇറച്ചി പെട്ടെന്ന് വെന്ത് കിട്ടാൻ കുറച്ച് ടിപ്സ് അത് ഞാൻ പറഞ്ഞുതരാം. ചെറിയൊരു വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യണ്ട. നല്ല അടിപൊളി ടിപ്സാണ്, എല്ലാവർക്കും ഉപകരിക്കാവുന്ന ടിപ്സാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് ലൈക്ക് അടിച്ചോളൂ, ഹൈപ്പ് ചെയ്തോളൂ. നേരെ ടിപ്സുകളിലോട്ട് പോകാം. അപ്പോൾ ഒരിക്കൽ കൂടി റോയി 3R വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കുറച്ച് ബീഫ് വാങ്ങി. അപ്പം ഏതായാലും ബീഫ് നമ്മൾ വെക്കുകയാണ്. അപ്പം ബീഫ് പെട്ടെന്ന് വേവാനൊക്കെ ഒരു ടെക്നിക്ക് ഉണ്ട്, കുറച്ച് സൂത്രങ്ങളുണ്ട്. അത് ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ വീട്ടിൽ ബീഫ് മട്ടൻ ചിക്കനൊക്കെ വാങ്ങാറുണ്ടല്ലോ. ബീഫും മട്ടനും വേവാൻ കുറച്ച് താമസമാണ്. അപ്പോൾ അതിന് ചെയ്യാനുള്ള ടെക്നിക്ക് ചെറിയ ചെറിയ ടിപ്പുകളുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട്. അത് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഇറച്ചി പെട്ടെന്ന് വേവാനുള്ള ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇറച്ചി വളരെ ചെറുതായിട്ട് നുറുക്കുക എന്നുള്ളതാണ്. ചെറുതായിട്ട് നുറുക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ഇറച്ചി പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് ഒരു ടിപ്പാണ്. ഞാൻ നുറുക്കിയത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വളരെ ചെറുതായിട്ടാണ് നമ്മൾ നുറുക്കിയത്. ഇങ്ങനെ വളരെ ചെറുതായിട്ട് നുറുക്കി. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് മസാലകൾ ഇടാൻ പോവാണേ. നമ്മളൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. ബീഫ് ആയതുകൊണ്ട് നമ്മളൊരു 2 സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. ഒരു 3 സ്പൂണ് മീറ്റ് മസാല ഇട്ടു. ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പോട് ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇനിയാണ് ഒരു മെയിൻ സംഭവം ഉള്ളത്. അതാണ് ഇറച്ചി വേവാനുള്ള പ്രധാന ഐറ്റം. വിനാഗിരി ചേർക്കുക എന്നുള്ളതാണ്. നമ്മളിതിലോട്ട് കുറച്ച് വിനാഗിരി ചേർക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതിൽ നമ്മൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഈ ബീഫിലോട്ട് നമുക്ക് മസാലകളെല്ലാം ചേർത്ത് വെക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന എല്ലാ മസാലകളും ചേർത്ത് വെക്കണം. കൂടാതെ ഒരു ടിപ്പ് എന്നുള്ളത് ഇതിലോട്ട് നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ച് മിക്സ് ചെയ്യണം. വിനാഗിരി ഒഴിക്കുമ്പോൾ ബീഫ് പെട്ടെന്ന് വെന്ത് കിട്ടാനുള്ള ഒരു മാർഗ്ഗമാണ്. ഇതെല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ടാവും, എങ്കിലും നമ്മളും കൂടെ അതൊന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ്. വിനാഗിരി ഒഴിക്കുന്നത് നല്ലൊരു സംഭവമാണ്. ഇനിയും ലാസ്റ്റ് ടിപ്പ്, അതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തായിരിക്കും അത്. ലാസ്റ്റ് ടിപ്പ് പറയുന്നതിന് മുന്നേ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക്. നമ്മൾ വിനാഗിരി ചേർക്കുമ്പോഴേ ബീഫ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഒരു ഉപകാരം കൂടി ഉണ്ട്. ഒരു കുക്കറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലോട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ ബീഫ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ ബീഫ് ഉണ്ടാക്കുന്ന റെസിപ്പി ഇടുന്നില്ല, കാരണം പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതിനുള്ള ടിപ്പുകളാണ്. ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബീഫോ മട്ടനൊക്കെ വേവിക്കാനായിട്ട് ഒരു പ്രഷർ കുക്കർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പ്രഷർ കുക്കർ ഉപയോഗിച്ച് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതാണ് ബീഫ് പെട്ടെന്ന് വേവാനുള്ള ഞാൻ ഉപയോഗിക്കുന്ന ടിപ്സുകൾ. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്തോളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. നമ്മുടെ കുക്കറിലൊക്കെ ഫുഡ് കറികളൊക്കെ വെക്കുമ്പോൾ അത് വേറെ പ്രശ്നമുണ്ട്. നമ്മൾ അടപ്പിന് മുകളിൽ കൂടെ തിളച്ച് തൂവിപ്പോവും. അങ്ങനെ പോകാതിരിക്കാനൊരു ടിപ്പുണ്ട്. നമ്മൾ
ഇതാ ഇങ്ങനെ കറി വെക്കാനായിട്ടെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് അതിന് മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ അത് തുളുമ്പി പാത്രത്തിന് മുകളിൽ കൂടി ആവത്തില്ല, അടപ്പിന് മുകളിൽ കൂടി ഒന്നും ആവത്തില്ല. നമ്മളത് കുക്കറിലൊക്കെ വേവിച്ചിട്ടുണ്ട്. ഇതാ കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇന്ന് നമ്മുടെ വിശേഷങ്ങൾ കേട്ടില്ലേ? നല്ല അടിപൊളി ടിപ്സാണ് ഇതൊക്കെ. ഇറച്ചി ചടപടാന്ന് വെന്ത് കിട്ടും. അതിനുള്ള ടിപ്സുകളാണ് ഞാൻ പറഞ്ഞു തന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടോ? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പുതിയ മറ്റൊരു കാഴ്ചയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.